അസ്സലാമു അലൈക്കും. സുറുമേ, ഞാൻ അപ്പോഴത്തെ അവസ്ഥയിൽ ഉള്ള പണിയും പോയി. കയ്യിലാണെങ്കിൽ നയാ പൈസ ഇല്ലാതെ മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ കഴിയുകയായിരുന്നല്ലോ. അതൊന്നും നിങ്ങളെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എപ്പോഴും വിളിക്കാതിരുന്നത്. ഏങ്ങലടിയോടെ അവൻ പറഞ്ഞു തീർക്കും മുമ്പേ സുറുമെ അവളുടെ വിരലുകൾ അവൻ്റെ ചുണ്ടിന് മുകളിൽ അമർത്തിയിരുന്നു. ഒന്നും പറയണ്ടേക്ക, എല്ലാം എനിക്ക് മനസ്സിലാവും. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണ് ചിമ്മി കാണിച്ചു. നിങ്ങൾ എൻ്റെ അല്ലേക്ക, പിന്നെ എനിക്കിങ്ങനെ നിങ്ങളെ വെറുക്കാനാവും. പ്രണയത്തോടെ സുറുമെ മാഹിറിൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. ആ നിമിഷം അവനിൽ നിന്നൊരു തിരികെ ചുംബനമോ ഒരു ചേർത്ത് പിടിക്കലോ അവളും ആഗ്രഹിച്ചു പോയിരുന്നു. സുറുമയുടെ സ്നേഹവും പ്രണയം തുളുമ്പുന്ന വാക്കുകളും മാഹിറിൻ്റെ നെഞ്ചിൽ തറച്ചു. ഇത്രമേൽ എന്നെ സ്നേഹിക്കുന്ന നിന്നെയാണല്ലോ പെണ്ണെ ഞാൻ. അവൻ്റെ തൊണ്ടയിൽ പിടഞ്ഞൊരു വലിയൊരു ഗദ്ഗതം പുറത്തേക്ക് ചാടാൻ വെമ്പൽ കൊണ്ടു. തൻ്റെ മുഖം പൊതിഞ്ഞു പിടിച്ച അവളുടെ കൈകളെ അവൻ പതിയെ വേർപ്പെടുത്തി. അനുസരണയില്ലാതെ പെയ്യാനൊരുങ്ങുന്ന കണ്ണുകളെ അവളിൽ നിന്നും സമർത്ഥമായി മറച്ചു പിടിച്ചുകൊണ്ട് ബെഡിൽ നിന്ന് ഇറങ്ങി ബാത്റൂമിലേക്ക് നടന്നു. അവൻ പോയ വഴിയെ നോക്കിയിരിക്കുമ്പോൾ സുറുമിക്ക് എന്തോ ഒരു ഉൾപ്പിടിച്ചിൽ അനുഭവപ്പെട്ടു. 4 വർഷം കൊണ്ട് മാഹിക്ക ഒരുപാട് മാറിപ്പോയതുപോലെ. എന്താ ഇങ്ങനെ? ഉപ്പാ, ഉപ്പച്ചി, നമുക്ക് പാർക്കിലേക്ക് പോയാലോ? ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹാലമോൾ ഉപ്പയെ നോക്കി പ്രതീക്ഷയോടെ ചോദിച്ചു. അതിനെന്താ മോളോ, പോവാലോ. മാഹിർ ഇടത് കൈകൊണ്ട് അവളുടെ താടയിൽ പിടിച്ച് കൊഞ്ചിച്ചു കൊണ്ട് പറഞ്ഞു. ഉപ്പയെയും മോളെയും നോക്കി നിൽക്കുമ്പോൾ സുറുമിയുടെ മുഖത്തും ചിരിയാണ്. എന്നാൽ മാഹിറിൻ്റെ കൂടെ കഴിക്കാനിരിക്കുന്ന പെങ്ങന്മാരുടെ മുഖം കടുത്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് തന്നെ പോവാട്ടോ. കുഞ്ഞിപ്പെണ്ണിൻ്റെ പൂമുഖം സന്തോഷത്താൽ തിളക്കം വെച്ചു. ആ, ഇന്നൊന്നും പോവാൻ പറ്റൂല, സീജ ചാടിക്കടിക്കും പോലെ പറഞ്ഞതും ആ കുഞ്ഞിൻ്റെ മുഖം വാടിപ്പോയി. ഉപ്പുപ്പ മരിച്ചിട്ട് 1 മാസം പോകും തെളിഞ്ഞില്ല. അപ്പോഴേക്കും തെണ്ടാൻ പോവാഞ്ഞിട്ടാണ് പെണ്ണിന്. ഈ എന്താ സുറുമി വാ പൊളിച്ച് നിൽക്കണത്? കൊച്ചി വീടില്ലാതെ വല്ലതും പറയുമ്പോൾ അതിന് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കേണ്ടത് നീയല്ലേ? അതെങ്ങനെയാ? നിൻ്റെയല്ലേ മോള്? എപ്പോഴും ചെയ്യുന്നത് പോലെ സീജ സുറുമിക്ക് നേർക്ക് തിരിഞ്ഞു. സാധാരണ അങ്ങനെയാണല്ലോ. എന്ത് പ്രശ്നമുണ്ടായാലും ഒടുവിലത് സുറുമിയുടെ നെഞ്ചത്തേക്കിടും. അവളെ പറഞ്ഞാൽ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. സുറുമി മാഹിറിൻ്റെ മുഖത്തേക്ക് ഒരു നോട്ടം നോക്കി. നോവയുടെ ഒരു നോട്ടം. ദേഷ്യം കൊണ്ട് അവൻ്റെ മുഖം മുറുകിയിരുന്നു. സീജ, വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം, മാഹിർ രൂക്ഷമായി പറഞ്ഞു. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റിക്കാക്ക? പറയേ, ഇതൊരു മരണം നടന്ന വീടല്ലേ. ഇവിടെ നിന്നും ഉല്ലാസയാത്ര പോകേണ്ട സമയമല്ലല്ലോ ഇപ്പോൾ. അതിന് ആരാ ഉല്ലാസയാത്ര പോകുന്നത്? എൻ്റെ കുഞ്ഞ് അവളുടെ ചെറിയൊരു ആഗ്രഹം എന്നോട് പറഞ്ഞതല്ലേ. ഞാൻ അവളുടെ പിതാവാണെങ്കിൽ അത് സാധിച്ചു കൊടുക്കും. 4 വയസ്സായി അവൾക്ക്. ഇതുവരെ നിങ്ങളോട് ആരോടെങ്കിലും അവൾ ഇതുപോലെ വല്ല ആഗ്രഹം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞാൽ തന്നെ നിങ്ങളത് ചെവി കൊടുക്കുമോ? മാഹിറിൻ്റെ ചോദ്യം കേട്ട് സീജയുടെ മുഖം വിളറി. ഇക്കാക്ക് എന്തൊക്കെയാ ഈ പറയണത്? ഇക്കാൻ്റെ മോളെ ഞങ്ങൾ വേർതിരിച്ച് കണ്ടിട്ടൊന്നുമില്ല. ഞങ്ങളെ മോളായിട്ട് തന്നെയാണ് ഇതുവരെ നോക്കിയത്. സീനു രക്ഷയ്ക്കെത്തി. ഓ പിന്നെ അതെനിക്കറിയാം. മാഹിർ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. ഇനിയൊന്നും പറയേണ്ടെന്ന് സുറുമി അവനെ നോക്കി കണ്ണുകൊണ്ട് വിലക്കി. അവൻ കഴിച്ച് എഴുന്നേറ്റ് പോയതും സുറുമി പാത്രമെടുത്ത് അടുക്കളയിലേക്ക് നടന്നു. ഡി, എന്തൊക്കെയാടി? വന്ന് കയറും മുമ്പ് മാഹിക്കാൻ്റെ കാതിൽ ഓതിക്കൊടുത്തത്. സീജ ചീറിക്കൊണ്ട് അവളുടെ പുറകെ എത്തി. ഞാനെന്ത് ഓതിക്കൊടുക്കാൻ? ഞാനൊന്നും ഓതിക്കൊടുത്തിട്ടില്ല എൻ്റെ നാത്തൂനെ. ഇക്കാക്കെ കണ്ണും കാതൊക്കെ ഉണ്ട്, ബുദ്ധിയുണ്ട്. പറയാതെ തന്നെ നിങ്ങൾ എന്നോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെ ആൾ മനസ്സിലാക്കി കാണും. സുറുമിയുടെ വാക്കുകളിൽ പരിഹാസം കലർന്നു. അവരെ ഒട്ടും ഭയക്കാതെ നിൽക്കുന്ന സുറുമിയുടെ ഭാവം കണ്ട് സീജയും സീനയും മുഖത്തോട് മുഖം നോക്കി. അതിൻ്റെ തലയണ മന്ത്രം കൊണ്ടൊന്നും ഒരു കാര്യമില്ലടേ. അതെ, ഞങ്ങളെ ഇക്കാക്കാണ്. ഞങ്ങൾ ഒരേ ചോരയാ. നീ വന്ന് കയറിയ പെണ്ണാണെന്ന് ഓർമ്മ വേണം. 3 തൊലാക്കിൽ തീരുന്ന ബന്ധമേ ഉള്ളൂ നീയും ഞങ്ങളുടെ ഇക്കാക്കയും തമ്മിൽ. 3 തൊലാക്കിൽ തീരുന്ന ബന്ധം. സുറുമി അവളുടെ മുഖത്ത് നോക്കിയെന്ന് ചിരിച്ചു. എത്ര നിസ്സാരമായാണ് സീനു അത് നീ പറയുന്നത്? നീയും വിവാഹം കഴിഞ്ഞ സ്ത്രീയല്ലേ. നിന്റെ മുഖത്ത് നോക്കി മറ്റൊരാൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിനക്ക് സഹിക്കുമോ? നീ തൊടുത്തു വിടുന്ന വാക്കുകൾക്കെതിരെ നിൽക്കുന്ന ആളുടെ ഹൃദയം മുറിക്കാനുള്ള ശക്തി ഉണ്ടെന്ന് നിനക്കറിയോ? സുറുമി വീറോടെ ചോദിച്ചു. നീ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാളടി? സീനുവിൻ്റെ ചുണ്ടിൽ പുച്ഛം നിറയുന്നത് സുറുമി കണ്ടു. ഹോ, നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ മാത്രമുള്ള വിവരമൊന്നും എനിക്കില്ലേ. എന്നാലും എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. നീ നിസ്സാരമായിട്ട് പറഞ്ഞല്ലോ 3 തൊലാക്കിൽ തീരുന്ന ബന്ധമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമെന്ന്. ശരിയാ,
വാക്കുകൊണ്ട് തകരുന്ന ബന്ധമാണ്. എന്നാൽ അതിനപ്പുറം ഞാനും എൻ്റെ ഭർത്താവും ഹൃദയം കൊണ്ട് പടുത്തുയർത്തിയ ഒരു ബന്ധമുണ്ട്. നിനക്കൊന്നും വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അളക്കാൻ കഴിയാത്തൊരു ബന്ധം. ഈ മഹർ നിന്റെ ഇക്കാക്ക എൻ്റെ കഴുത്തിൽ ചാർത്തി തന്നത് മുതൽ ഇതിനോടൊപ്പം ഞാൻ ആ മനുഷ്യനെയും എൻ്റെ ഉയരോട് ചേർത്ത് വെച്ചതാണ്. ആ ഹൃദയം ഇപ്പോൾ എൻ്റേതാണ്. എൻ്റെ റൂഹിൻ്റെ പാതിയാണവൻ. അത് പറയുമ്പോൾ സുറുമിയുടെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായി. ഓ, എന്നിട്ടാണല്ലോ അവൻ നാട്ടിലില്ലാത്ത സമയം നീ കണ്ണിൽ കണ്ട ആണുങ്ങളേക്ക് മയക്കിയെടുക്കാൻ നടക്കുന്നത്. അവളെ പുച്ഛിച്ചുകൊണ്ടാണ് ലബീബ അങ്ങോട്ട് വന്നത്. അനാവശ്യം പറയരുതട്ടോ, ഞാൻ ആരെയും മയക്കിയെടുത്തിട്ടില്ല. പൊടുന്നുടനെ സുറുമിയുടെ ഭാവം മാറി. ഞാൻ പറയുന്നത് അനാവശ്യം, നീ ചെയ്ത കാര്യമില്ല ഞാൻ പറഞ്ഞത്. ലബീബ പോരിനൊരുങ്ങിയതുപോലെ സുറുമിയുടെ മുൻപിലേക്ക് വന്നു. ഞാൻ എന്ത് ചെയ്തെന്നാ? അനാവശ്യം പറയുന്നത് കാണിക്കുന്നത് ഞാനല്ല, നിന്റെ ഭർത്താവാ. അയാളെപ്പോലെയുള്ള കാമവ്രയന്മാർക്ക് കോലിലൊരു സാരി ചുറ്റിയത് കണ്ടാലും മതി, താനെ മണപ്പിച്ച് പുറകെ വന്നോളും. സുറുമി പരിഹാസത്തോടെ പറഞ്ഞു. ഡി, എൻ്റെ കെട്ടിയോനെ പറഞ്ഞാലുണ്ടല്ലോ. അത് പറയുന്നതിനോടൊപ്പം ലബീബ സുറുമിയുടെ കവളിന് നേരെ കൈവീശി. എൻ്റെ ദേഹത്ത് വെച്ച നിങ്ങൾ വിവരം അറിയും. ലബീബയുടെ കയ്യിൽ കയറി പിടിച്ചു കൊണ്ടവർ മൂർച്ചയോടെ മുരണ്ടവൾ. അവളുടെ കണ്ണിൽ അഗ്നി ജ്വലിക്കുന്നത് ലബീബ പതർച്ചയോടെ കണ്ടു. അവൾ സീജിയെയും സീനുവിനെയും നോക്കി. സുറുമിയുടെ ഭാവം കണ്ട് അവരും വിരണ്ട് നിൽപ്പാണ്. ഈ ഉഷിരൊന്നും കാണിക്കേണ്ടതേ എൻ്റെ മുമ്പിലല്ല. കഴിയുമെങ്കിൽ നീ നിൻ്റെ ഭർത്താവിനെ ഒന്ന് സൂക്ഷിച്ചോ. അതെങ്ങനെയാ? തെറ്റ് കണ്ടിട്ടും ഭർത്താവിനെ ന്യായീകരിച്ച് ആ തെറ്റിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എൻ്റെ തലയിൽ കെട്ടിവെച്ച് നടക്കുന്ന നീയൊക്കെ അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ എന്നും പറഞ്ഞ് അവരോട് ഇനിയൊന്നും പറയാൻ താല്പര്യമില്ലാത്തതുപോലെ സുറുമി കഴുകിയ പാത്രങ്ങൾ കമയത്ത് വെച്ച് വിട്ടുതിരിഞ്ഞെന്ന് പോയിരുന്നു. ലബീബ നാത്തുമാരെ നോക്കി. ഇവളെ നിങ്ങൾ സൂക്ഷിച്ചോ, ഇവളെ പേരും കള്ളിയാ. കണ്ടില്ലേ എൻ്റെ സെക്യൂരിറ്റിയെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ മനഞ്ഞുണ്ടാക്കുന്നത്. അതുപോലെ നിങ്ങളെക്കുറിച്ചും മാഹ്റിനോട് ഓരോന്നും പറഞ്ഞു കൊടുക്കും. വൈകുന്നേരം. നിനക്ക് ഭ്രാന്താണോ മാഹി? എപ്പോഴും അതൊക്കെ മനസ്സിലിട്ട് നടക്കുവാണോ നീ? കഴിഞ്ഞതെല്ലാം ഒരു സ്വപ്നം പോലെ മറന്നേക്കാൻ ഞാൻ പറഞ്ഞില്ലേ? നിന്നെ ഒരു പേ പിടിച്ച പട്ടി കടിച്ചു. അത് കരുതി നിൻ്റെ ശരീരഭാഗം നീ മുറിച്ച് കളയോ? അതോർത്ത് ജീവിതകാലം മുഴുവനും വേദനിച്ച് നീറി നടക്കോ? ഇല്ലല്ലോ. അതിനുള്ള മെഡിസിൻ എടുക്കുകയല്ലേ വേണ്ടത്. ഇപ്പോൾ നിനക്കുള്ള മെഡിസിൻ നിൻ്റെ സുറുമിയാണ്, അവളുടെ സ്നേഹമാണ്. എല്ലാം മറന്ന് നിൻ്റെ പെണ്ണിൻ്റെയും കുഞ്ഞിൻ്റെയും കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കുന്നേ. മാഹിർ തൻ്റെ ഉള്ളിലെക്കുന്ന ദുഃഖം ആഷിഖിനോട് തുറന്നു പറഞ്ഞതും ആഷിഖ് പതിവ് ഉപദേശം തുടർന്നു. ആഷി, എനിക്ക് മറക്കാൻ പറ്റണില്ലടാ. ശ്രമിക്കുന്നുണ്ട്. എൻ്റെ സുറുമിയെ കാണുമ്പോൾ അന്ന് സുൽത്താനുണ്ടാക്കിയ മുറിവ് ഇപ്പോഴും വ്രണം പോലെ പഴുത്ത് വിങ്ങുകയാണ്. ഉള്ളിൽ ചുമക്കുന്ന കുറ്റബോധം കൊണ്ട് എനിക്ക് അവളുടെ മുഖത്തൊന്ന് നോക്കാനോ ഉള്ളു തുറന്ന് സംസാരിക്കാനോ കഴിയുന്നില്ല ആഷി. ഞാനിനി എന്താണെടാ ചെയ്യേണ്ടത്? മാഹിറിൻ്റെ സ്വരം വിങ്ങി. എടാ കോപ്പേ, എന്നെക്കൊണ്ടൊന്ന് തേറി പറയിപ്പിക്കുന്നുണ്ട് നീ. എത്രയോ പുരുഷന്മാരെ അറിഞ്ഞുകൊണ്ട് സ്വന്തം ഭാര്യയെ ചതിച്ച് മറ്റുള്ള സ്ത്രീകളെ ഭോഗിക്കുന്നുണ്ട്. നീ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലടാ. ആ ഭ്രാന്തിപ്പെണ്ണ് എന്തോ ചെയ്തെന്ന് വെച്ച് വെറുതെ എന്തിനാ നീ നിൻ്റെ പെണ്ണിന് കൂടി തീക്കതിൽ സമ്മാനിക്കുന്നത്? ആഷിഖിന് ദേഷ്യം വന്നു. എടാ, എനിക്ക് മാഹിറിൻ്റെ ശബ്ദം ദുർബലമായി. ഒരു എന്നാലുമില്ല. ഇനി ആ വിഷയം വിട്ടേക്ക്. അതും മനസ്സിലിട്ട് നീറി നടന്നാലേ നിൻ്റെ ജീവിതം എങ്ങും എത്തില്ല. ഈ 4 വർഷം ഒരു മടുപ്പും കൂടാതെ നിന്നെ കാത്തിരുന്ന പെണ്ണാണ് സുറുമി. അവളെ നീ വേദനക്കടലിലേക്ക് തള്ളിയിടരുട്ടോ. സുറുമി അലക്കി ഉണങ്ങിയ വസ്ത്രങ്ങളുമായി റൂമിലേക്ക് വരുമ്പോൾ മാഹിർ ഫോണിൽ ആരോടോ സംസാരിച്ചിരിക്കുന്നതാണ് കണ്ടത്. വസ്ത്രങ്ങൾ ടേബിളിന് മുകളിലേക്ക് വെച്ച ശേഷം ശബ്ദമുണ്ടാക്കാതെ അവൻ്റെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് സുറുമി അവൻ്റെ അരികിൽ വന്നിരുന്നു. മാഹിർ സുറുമിയെ തല ചിരിച്ചു നോക്കി. സുറുമി അവൻ്റെ ഇടതുകൈ വിരലിൽ അവളുടെ വിരൽ ഓർത്തു പിടിച്ച് കുസൃതി കാണിച്ചു. എന്നാൽ ശരി ആഷി, ഞാൻ പിന്നെ വിളിക്കാട്ടോ. മാഹിർ ആഷിഖിൻ്റെ സംസാരം സുറുമി കേൾക്കുമോ എന്ന് ഭയപ്പെട്ട് ഫോൺ വേഗം വെച്ച് കളഞ്ഞു. സുറുമി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ ശല്യം ചെയ്തോ മാഹിക്ക? അവൻ അവൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നു. ഏയ്, ഇവിടുത്തെ വിശേഷം അറിയാനേ ആഷിക്ക് വിളിച്ചതായിരുന്നു. മാഹിർ മുഖത്തൊരു ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു. സുറുമി അവനോട് ഒന്നുകൂടെ ഒട്ടിയിരുന്നു.
അവനെ ഇങ്ങനെ നോക്കിയിരിക്കാൻ അവൾക്കൊത്തിരി ഇഷ്ടമാണ്. ആണോ? എന്നിട്ട് വിശേഷമൊക്കെ കൂട്ടുകാരനോട് പറഞ്ഞോ? അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസിൽ വിരലുകൊണ്ട് ചുഞ്ഞു പിടിച്ചവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. 4 വർഷം മുഴുവനും അവൾ കാത്തുവെച്ച പ്രണയം അവളുടെ ഉള്ളിൽ തുടിച്ചുയർന്നു. അവൻ തന്നെയെന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ആ സ്നേഹച്ചൂടിൽ പറ്റിച്ചേർന്നിരിക്കാനും 4 വർഷം മുമ്പ് അവൻ നൽകിയിരുന്ന പ്രണയമധുരം ഇനിയും നുണയാനുമൊക്കെ ആ പെണ്ണിന് കൊതി കൂടി വന്നു. മാഹിർ വെറുതെയൊന്ന് മൂളി. അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയതും മാഹിറിൻ്റെ ഉള്ളിലൊരു പിടച്ചിലുണ്ടായി. അവളെ ചേർത്ത് പിടിക്കാൻ കഴിയാതെ അവൻ്റെ കൈ വിറച്ചു. എൻ്റെ മാഹിക്കയാകെ ക്ഷീണിച്ചു പോയിട്ടോ. അവൾ അലിവോടെ അവൻ്റെ കവിളിൽ ഒന്നുയഞ്ഞു. അതിന് മറുപടിയായി അവൻ വെറുതെയൊന്ന് ചിരിച്ചു. ഒട്ടും ആത്മാർത്ഥതയില്ലാത്തൊരു നനഞ്ഞ ചിരി. പെട്ടെന്നൊരു തോന്നലിൽ തൻ്റെ കവിളിനെ തഴുകിക്കൊണ്ടിരിക്കുന്ന സുറുമിയുടെ കൈ എടുത്തു മാറ്റിയവൻ കുറച്ച് നീങ്ങിയിരുന്നു. മാഹിക്ക് കാണിക്കുന്ന ഈ അകലം, ഈ അവഗണന, അതിൻ്റെ കാരണമാണ് അവൾക്ക് മനസ്സിലാവാത്തത്. സുറുമിയുടെ നെഞ്ചിൽ നിരാശ കനത്തു. അവളുടെ മുഖത്തും തെളിച്ചം പതിയെ കെട്ടുപോകുന്നതും അവിടെ മറ്റേതോ ഭാവം ഇടം പിടിക്കുന്നതും മാഹിർ വ്യക്തമായി കണ്ടു. നിങ്ങൾ ഒരുപാട് മാറിപ്പോയിട്ടോ. നേരത്തെ പുഞ്ചിരിയോടെ പറയാൻ ശ്രമിക്കുമ്പോൾ അവളുടെ തൊണ്ടയൊന്ന് ഇടറി. അവൾ നിശബ്ദമായി തേങ്ങി. മാഹിറിൻ്റെ ഹൃദയം വല്ലാതെ നൊന്തു. ഞൊടിയിടയിൽ അവൻ അവൻ്റെ പെണ്ണിനെ വലിച്ച് നെഞ്ചോട് ചേർത്തു. അത്യധികം സ്നേഹത്തോടെ, അതിലേറെ വാത്സല്യത്തോടെ അവൻ അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചു. ഞാൻ നിന്നെ വേദനിപ്പിച്ചു സുറുമേ, ഞാൻ അറിയാതെ. അവൻ്റെ വിറക്കുന്ന കരങ്ങൾ അവളുടെ മുഖം കൈക്കുമ്പിളെടുത്തു. കൊതിയോടെ അവളെ വലിച്ചടുപ്പിച്ച് അവനെ അധരങ്ങളിൽ അമർത്തി ഉമ്മ വെച്ചു. ശ്വാസം മുട്ടിക്കും പോലെ ചുംബനം. സുറുമയുടെ കൈ അവൻ്റെ ഷർട്ടിൽ മുറുകി. മൃദുവായി തുടങ്ങിയ ചുംബനം അതിൻ്റെ തീവ്രതയിലേക്ക് എത്തും മുമ്പേ, അമീർ, എനിക്ക് എന്നെ എന്തിഷ്ടമാണെന്നോ? നിനക്ക് എന്നെ വേണം അമീർ. നീ എന്നെ വിട്ടു പോകരുത് അമീർ, അമീർ. സുൽത്താനയുടെ സ്വരം ഒരു ഇടിമുഴക്കം പോലെ അവൻ്റെ കാതിൽ ഇരുമ്പി. മാഹിർ പകപ്പോടെ സുറുമയിൽ നിന്നും അകന്നു മാറി. സുൽത്താന, അവൾ ഇവിടെയും എത്തിയോ? എന്തിനാ നീ എൻ്റെ പുറകെ വന്നത്? മാഹിർ പരിഭ്രാന്തിയോടെ ചുറ്റും നോക്കി. ചുംബനത്തിൻ്റെ അനുഭൂതിയിൽ ലയിച്ചു നിന്ന സുറുമി പെട്ടെന്നുള്ള മാഹിറിൻ്റെ പിന്മാറ്റം കണ്ട് ആശങ്കയോടെ അവനെ നോക്കി. എന്ത് പറ്റി മാഹിക? എന്താ ഇങ്ങനെ വിയർക്കുന്നത്? നിങ്ങൾക്ക് വയ്യേ? അവൻ്റെ ചുവന്നു വിയർത്ത മുഖത്തേക്ക് നോക്കിയവൾ ആദിയോടെ ചോദിച്ചു. പിന്നെ നെറ്റിയിലും കഴുത്തിലുമൊക്കെ കൈവച്ചു നോക്കി. അവൻ്റെ പരിഭ്രമം അവളിൽ ഭയപ്പാടുണ്ടാക്കി. സുറുമി, എനിക്ക് തല ചുറ്റുന്നത് പോലെ. നീ എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടു തരുമോ? മാഹിർ ചോദിച്ചതും അവനെ നോക്കി തല അനക്കി അവൾ വെള്ളമെടുക്കാനായി റൂമിൻ്റെ ഡോർ വലിച്ചു തുറന്ന് അടുക്കളയിലേക്ക് ഓടി. അവൾ പോയതും അസ്വസ്ഥത തളം കിട്ടിയ മനസ്സുമായി മാഹിർ മുടിയിൽ വിരൽ കോർത്ത് ബെഡിലേക്ക് ഇരുന്നു. എന്തിനാ റബ്ബേ ഇങ്ങനെ ഒരു പരീക്ഷണം? എൻ്റെ പെണ്ണിനെ ഒന്ന് സന്ദേശിപ്പിക്കാൻ പോലും കഴിയാതെ കിടപ്പറയിൽ പരാജിതനായ ഒരു ഭർത്താവ് മാറുകയാണോ ഞാൻ? അവൻ്റെ ഹൃദയം വിലപിച്ചു. പോയതിനേക്കാൾ സ്പീഡിൽ സുറുമി വെള്ളവുമായി എത്തി. ഇത് കുടിച്ചേ. അവൾ തന്നെ ഗ്ലാസ് അവൻ്റെ ചുണ്ടോട് മുട്ടിച്ചു കൊടുത്തു. BP കുറഞ്ഞു കാണും. നേരം പോലെ ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായി? ഊണും ഉറക്കവും ഇല്ലാത്തത് കൊണ്ടാ ഇങ്ങനെ തലചുറ്റൽ വരുന്നത്. അവൻ വെള്ളം കുടിച്ചു കഴിഞ്ഞ ഗ്ലാസ് മാറ്റിവെച്ച് സുറുമി അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. കുറവുണ്ടോ മാഹിക്ക? ഹോസ്പിറ്റലിൽ പോകണോ? അവൻ്റെ മുഖത്തെ വിയർപ്പ് തട്ടത്തിൻ്റെ തുമ്പ് കൊണ്ട് ഒപ്പിയെടുത്തവൾ വേവലാതിപ്പെട്ടു. കുറവുണ്ട്. മാഹിർ അവളുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നതും സുറുമി അവൻ്റെ തലമുടിക്കിടയിലൂടെ വിരൽ കടത്തി മസാജ് ചെയ്തു കൊടുത്തു. അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു കിടന്നു. 2-3 ദിവസം കൂടി പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ലാതെ കഴിഞ്ഞുപോയി. ആരിത്? ഷഹീറോ? വാ ഇരിക്ക്. ഷഹീറിനെ പെട്ടെന്ന് കണ്ടപ്പോൾ മുഖമൊന്ന് വിളറിയെങ്കിലും സക്കീർ ചുണ്ടിലൊരു ചിരിയൊട്ടിച്ച് അവനെ അകെ ക്ഷണിച്ചു. അയാളുടെ യഥാർത്ഥ സ്വഭാവം ഷഹീറിനെ അറിയില്ലല്ലോ. അവനും അയാളോട് സംസാരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ടുവന്ന സുറുമിയോട് ഹാലമോളാണ് തുള്ളിച്ചാടി വന്ന് പറഞ്ഞത് ചിപ്പൂട്ടൻ്റെ ഉപ്പ വന്നിട്ടുണ്ടെന്ന്. നനഞ്ഞ കൈ തുടച്ചുകൊണ്ടവൾ ഹാളിലേക്ക് വന്നു. ഷഹീർ സലാം പറഞ്ഞുകൊണ്ട് സുറുമിയുടെ കൈ പിടിച്ചു. സുറുമിയെ കണ്ടതും പെട്ടെന്ന് അവിടെ നിന്നും രക്ഷപ്പെടും പോലെ സക്കീർ കടയിൽ തിരക്കുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി. സുഖല്ലടി നിനക്ക്? തല അനക്കുമ്പോൾ അവളുടെ മുഖത്ത് ചിരിയുണ്ടായിരുന്നു. പെങ്ങളുടെ ചിരി കണ്ടപ്പോൾ ഷഹീറിൻ്റെ മനസ്സിൽ തണുപ്പ് തോന്നി. അവളെ ഇവിടെ ഇട്ടിട്ട് പോയതിൽ പിന്നെ ഓർക്കാത്തൊരു ദിവസം കൂടിയില്ല. എന്നും വിളിക്കും, വിശേഷം അന്വേഷിക്കും. ഇന്നലെ അവളോട് സംസാരിച്ചപ്പോൾ എന്തോ ഒന്നിങ്ങോട്ട് വരണമെന്ന് തോന്നി. മാഹിറിനെ ഒന്ന് കാണണമെന്ന് തോന്നി. മാഹിർ ഇപ്പോൾ പഴയ പോലെയൊന്നും അല്ലെന്നും എപ്പോഴും എന്തോ ആലോചനയും വെപ്രാളവും സങ്കടവുമൊക്കെയാണെന്നും
സുറുമി ഇന്നലെ ഷഹീറിനോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇന്നൊരു ദിവസം ലീവ് എടുത്ത് ഇങ്ങോട്ട് വന്നത്. എവിടെ അളിയനെവിടെ? ഷഹീർ തിരക്കി. കുളിക്കുക, ഇപ്പോൾ വരും. അവിടെ എല്ലാവർക്കും സുഖല്ലേക്ക? സുറുമി അവനോട് വിശേഷം പറഞ്ഞു നിൽക്കുമ്പോഴാണ് മാഹിർ കുളിയൊക്കെ കഴിഞ്ഞ് വെള്ളമുണ്ട് നീല ഷർട്ടും ധരിച്ച് അങ്ങോട്ട് വന്നത്. മാഹിറിനെ കണ്ടതും ഷഹീർ എഴുന്നേറ്റ് നിന്നു അവന് സലാം പറഞ്ഞു. അവർ സംസാരിച്ചിരിക്കുന്ന ശേഷം സുറുമി അടുക്കളയിൽ പോയി ഷഹീറിന് കുടിക്കാനുള്ള ജ്യൂസ് തയ്യാറാക്കി. ഷഹീർ മാഹിറിനെ സൂക്ഷിച്ചു നോക്കി. തന്നോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മുഖത്തൊരു വിഷാദം തളം കെട്ടി നിൽക്കുന്നത് ഷഹീറിന് കാണാൻ കഴിഞ്ഞു. ചിലപ്പോൾ ഉപ്പാൻ്റെ വേർപാട് നൽകിയ ദുഃഖം കൊണ്ടാവാം, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടതിൻ്റെയാവാം, അതുമല്ലെങ്കിൽ മറ്റെന്തോ. എന്തായാലെങ്കിലും ചോദിച്ചറിയണം. തന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ആശ്വസിപ്പിക്കണം, സഹായിക്കണം. ഇനിയും എൻ്റെ പെങ്ങൾ വിഷമിച്ചുകൂടാ. നമുക്കൊന്ന് പുറത്തു പോയാലോ അളിയ? ഷഹീർ ചോദിച്ചു. ആദ്യമൊന്ന് പകച്ചുവെങ്കിലും പോവാമെന്ന് തലയാട്ടി മാഹിർ. അപ്പോഴേക്കും സുറുമെ അവർക്കുള്ള ജ്യൂസുമായി എത്തി. ഞങ്ങളൊന്ന് പുറത്തു പോയി വരാട്ടോ സുറുമെ, ജ്യൂസ് കുടിച്ച് ചുണ്ടെന്ന് അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു ഷഹീർ. അതെന്താ നിങ്ങൾ രണ്ടാളും മാത്രം? സുറുമെ അല്പം പരിഭവം കലർത്തി ചോദിച്ചു. മാഹിർ അവളുടെ മുഖത്തേക്ക് നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. നിന്നെ മോളെ പിന്നെ കൊണ്ടുപോടേ, ഇപ്പോൾ ഞാനും എൻ്റെ അളിയനും ഒന്ന് ചുറ്റിയടിച്ചു വരാം. ഷഹീർ എഴുന്നേറ്റ് വന്ന് അവളുടെ തലയിലൊന്ന് തട്ടി. സുറുമി പുഞ്ചിരിച്ചു. കുഞ്ഞിപ്പെണ്ണിന് പരിഭവമൊന്നുമില്ല. പിന്നെ ദിവസം ഞങ്ങളെ കൊണ്ടുപോയില്ലെങ്കിൽ അപ്പോഴോ അല്ലേ മുത്തോളെ എന്ന് പറഞ്ഞവൾ കുഞ്ഞിൻ്റെ കൈപ്പിടിച്ച് അവരോടൊപ്പം ഉമ്മറത്തേക്ക് വന്നു. ഷഹീറിൻ്റെ ബൈക്കിന് പുറകിൽ മാഹിർ കയറുന്നതും അവർ പോകുന്നതും നോക്കി സുറുമിയും കുഞ്ഞും മുറ്റത്ത് നിന്നു. ജലലിനപ്പുറം നിന്ന് അവരെ നോക്കിയ ലബീബ ഈ വിവരം അപ്പോൾ തന്നെ നാത്തുമാരുടെ ചെവിയിൽ എത്തിക്കാൻ വേണ്ടി പാഞ്ഞിരുന്നു. ഡി, നിന്റെ ആങ്ങളെ എന്തിനാ അപ്പോൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എങ്ങോട്ട് അവൻ മാഹിക്കാനെയും കൊണ്ടുപോകുന്നത്? സുറുമി അകത്തേക്ക് കയറിയതും സീജ അവരുടെ മുൻപിലേക്ക് ചാടി വീണിരുന്നു. ആവോ, എനിക്കറിയില്ല. അവരോട് സംസാരിച്ചു നിൽക്കാൻ താല്പര്യമില്ലാതെ പറഞ്ഞുകൊണ്ട് സുറുമി മുൻപോട്ട് നടന്നു. എനിക്കറിയാടി, എൻ്റെ എല്ലാ ആങ്ങള ഒക്കെ കള്ളക്കൂട്ടങ്ങളാ. വന്നത് നല്ല ഉദ്ദേശത്തോടെ ഒന്നും ആയിരിക്കില്ല. ഗൾഫിൽ നിന്ന് വന്ന അളിയനെ കൂടെ കൊണ്ട് നടന്ന് സുഖിപ്പിച്ച് കിട്ടാവുന്നിടത്തോളം പിഴിഞ്ഞെടുക്കാൻ വന്നതാവും. സീജ പറഞ്ഞതും പൊടുന്നതിനെ സുറുമിയുടെ കാലുകൾ നിശ്ചലമായി. സുറുമി മുഖം ചിരിച്ചവളെ തുറച്ചു നോക്കി. അത് നിന്റെ സ്വഭാവമല്ലേ? നീയൊക്കെ ആ പാവത്തിൻ്റെ അവസ്ഥ പോലും ഓർക്കാതെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് കിട്ടാവുന്നിടത്തോളം ഊറ്റിയെടുക്കുന്നത്. അതുപോലെ എന്തായാലും എൻ്റെ ഇക്കാക ചെയ്യൂല. സുറുമി പുച്ഛത്തോടെ മുഖം തിരിച്ചു. ആ പറഞ്ഞത് സത്യമാണെങ്കിലും സുറുമിയുടെ മുൻപിൽ അത് സമ്മതിച്ചു കൊടുക്കാൻ മനസ്സില്ലാതെ സീജ ഉറഞ്ഞു തള്ളി. അമ്പടി കള്ളി, ഈ ആള് കൊള്ളാലോ. അപ്പോൾ ഇതൊക്കെയാണല്ലേ എൻ്റെ മനസ്സിലിരിപ്പേ? അതെ, ഞങ്ങൾ ഇക്കാക്കയാ. ഇക്കാക്ക ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹവും അടുപ്പമൊന്നും നിനക്ക് സഹിക്കുന്നില്ലല്ലേടി. അസൂയാടി നിനക്ക്, മുയുത്ത അസൂയ. ആ, എനിക്ക് അസൂയ തന്നെയാണ്, കൂട്ടിക്കോ. നിങ്ങൾ പെങ്ങന്മാർക്ക് ഇക്കാക്കയോടെ ഒന്നും ഈ സ്നേഹം ഉണ്ടായാൽ മതി. സുറുമി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. നീ ചിരിക്കണ്ട, ഞങ്ങളെ സ്നേഹേ മരണം വരെ ഉണ്ടാവും. നിന്നെപ്പോലൊരു പീറപ്പെണ്ണ് വിചാരിച്ചാലൊന്നും ഞങ്ങളെ തെറ്റിപ്പിരിക്കാനൊക്കില്ല. സീജ വീരവാദം മുഴക്കുന്നത് കേട്ട് സുറുമിക്ക് ശരിക്കും ചിരിയാണ് വന്നത്. അവൾക്കറിയാലോ അവരുടെയൊക്കെ തനി സ്വഭാവം. എല്ലാവരും സ്വാർത്ഥരാണ്. തനിക്ക് പ്രയോജനം കിട്ടുമ്പോൾ ഇക്കാക്കിയെ സുഖിപ്പിച്ച് കൂടെ നിൽക്കുന്നവർ. അവരുടെ ഇക്ക ജോലി നഷ്ടപ്പെട്ട് വിസ ക്യാൻസൽ ചെയ്താണ് വന്നിരിക്കുന്നതെന്നറിയുമ്പോൾ ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ ആവിയായി പോകാനും മതിയാവും. ഹാർത്തുലച്ചിട്ട് വരുന്ന തിരമാലയിലേക്ക് നോക്കി നിൽക്കുന്നവൻ്റെ തോളിൽ പതിയെ കൈവച്ചു ഷഹീർ. എന്തൊക്കെയോ ഓർമ്മയിൽ അലഞ്ഞു തിരിഞ്ഞു കൊണ്ടിരുന്ന മാഹിറിൻ്റെ മനസ്സ് അപ്പോഴാണ് തിരികെ എത്തിയത്. മുഖം തിരിച്ച് നോക്കിയവൻ്റെ കണ്ണിൽ കണ്ണുനീർ തിളങ്ങുന്നത് ഷഹീർ വ്യക്തമായി കണ്ടു. എന്ത് പറ്റി അളിയാ? കണ്ണു നിറഞ്ഞല്ലോ. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഷഹീർ ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ വെറുതെ. മാഹിർ മുഖമൊന്ന് അമർത്തി തുടച്ചു. ഷഹീർ കൈ പിണച്ചു കെട്ടി അവനെ തന്നെ നോക്കി. ആ നോട്ടം കണ്ട് അവന് ചെറിയ പതർച്ചയുണ്ടായി. അളിയാ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, സത്യത്തിൽ എന്താ തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ? ജോലി പോയതോ ഉപ്പ മരിച്ചതോ മാത്രമല്ല അളിയൻ്റെ ഈ മാറ്റത്തിന് കാരണമെന്ന് എനിക്ക് തോന്നുന്നു. വേറെ എന്തോ ഒന്ന് ഓർത്ത് ഉരുകി തീരുകയല്ലേ നീ ഇപ്പോൾ? ഷഹീർ പെട്ടെന്നെങ്ങനെ ചോദിച്ചതും മാഹിർ നെട്ടിലൂടെ അവനെ നോക്കി. ഷഹീറിന് വല്ലതും അറിഞ്ഞിട്ട് മുനവെച്ച് ചോദിക്കുന്നതാണോ എന്നുവരെ തോന്നിപ്പോയി അവനെ. പറയാൻ പറ്റുന്നതാണെങ്കിൽ എന്നോട് പറഞ്ഞൂടെ അളിയാ. പരിഹാരം കാണാൻ കഴിയുമെന്നറിയില്ല, എന്നാലും കൂടെയുണ്ടാകും. ഷഹീർ ഉറപ്പ് നൽകി. അവനോട് പറയണോ വേണ്ടയോ എന്നൊരു അന്താളിപ്പായി മാഹിറിന്. ഷഹീർ സുറുമിയുടെ സഹോദരനാണ്. അവൻ്റെ സഹോദരിയെ താൻ വഞ്ചിച്ചുവെന്ന് അറിഞ്ഞാൽ അവനൊരിക്കലും തൻ്റെ കൂടെ നിൽക്കില്ല. സുറുമിയുടെ ഭാഗം മാത്രമേ ചിന്തിക്കൂ. തന്നെ കുറ്റപ്പെടുത്തും, വെറുക്കും.
ചിലപ്പോൾ അവൻ്റെ പെങ്ങളെ എന്നിൽ നിന്ന് പറിച്ചെടുത്ത് കൊണ്ടുപോവുകയും ചെയ്യും. ആ ഓർമ്മയിൽ മാഹിറിൻ്റെ നെഞ്ചൊന്ന് പിടിച്ചു. എന്നാലും സുറുമിയോട് തുറന്നു പറയുന്നതിനേക്കാൾ തൻ്റെ ഉള്ളിൽ വിങ്ങുന്ന സങ്കടം ഷഹീറിനോട് പറയുന്നത് തന്നെയാണ് നല്ലതെന്നും അവന് തോന്നി. മാഹിർ ഷഹീറിന് മുമ്പിൽ തൻ്റെ ഹൃദയം തുറക്കാൻ തന്നെ തീരുമാനിച്ചു. അവൻ പറഞ്ഞു തുടങ്ങി. സുൽത്താനയുടെ വീട്ടിലെ ജോലിക്കാരനായി ചെന്നതു മുതൽ കണ്ണീരോടെ ആ വലിയ വീട്ടിൽ നിന്ന് പടിയിറങ്ങും വരെ ഉണ്ടായ കാര്യങ്ങളെല്ലാം വള്ളിപ്പുള്ളി തെറ്റാതെ അവനെ പറഞ്ഞു കേൾപ്പിച്ചു. എല്ലാം കേട്ട് ഷഹീർ തരിച്ചു നിന്നു. അവന് സുറുമിയെ ഓർമ്മ വന്നു. തൻ്റെ പ്രിയപ്പെട്ടവനെയും കാത്തിരിക്കുന്ന സുറുമി. 4 വർഷങ്ങൾ ഒത്തിരി പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടും അവൻ്റെ ശബ്ദം മാത്രം കേട്ട് അവന് വേണ്ടി ജീവിച്ചവൾ. എൻ്റെ മോളിതെങ്ങനെ സഹിക്കും? ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് അളിയ? മനസ്സുകൊണ്ട് പോലും എൻ്റെ സുറുമിയുടെ സ്ഥാനത്ത് മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. അവളും മോളും എൻ്റെ ജീവനാ. എന്നിട്ടും ചതി പറ്റിപ്പോയി. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ കുറ്റബോധവും പേറി എൻ്റെ പെണ്ണിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും കഴിയാതെ വേദനിക്കുകയാണ് ഞാൻ. അവളെന്നെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം ഞാൻ അർഹിക്കുന്നില്ലെന്ന ചിന്ത എന്നെ പിറകോട്ട് വലിക്കുകയാണ്. ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? അളിയൻ പറ. അവളോട് തുറന്നു പറയണോ ഞാൻ ഇതെല്ലാം? പറഞ്ഞാൽ അവൾ വേദനിക്കില്ലേ? അവൾ എന്നെ വെറുക്കില്ലേ? ഈ ദുഷ്ടനായ ഭർത്താവിനെ അവൾക്ക് വേണ്ടെന്ന് പറയില്ലേ? അത് പറയുമ്പോൾ തൊണ്ട പൊട്ടി ഇടറി. ഒരുപാട് നാളുകളായി നെഞ്ചിനുള്ളിൽ ഉറഞ്ഞുപോയ കണ്ണുനീർ കുത്തിയൊലിച്ച് കണ്ണിലൂടെ പുറത്തേക്കൊഴുകി. ആണൊരുത്തൻ തൻ്റെ മുൻപിൽ നിന്ന് കരയുന്നത് കണ്ട് ഷഹീറിന് അവനോട് കനിവ് തോന്നി. അറിയാതെ ചെയ്തു പോയ തെറ്റിന് സ്വയം ഉരുകി ഉരുകി തീരാറായൊരു മനുഷ്യൻ. ഷഹീർ വലതു കൈകൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു. അവൻ്റെ ഉടൽ വിറകൊള്ളുന്നത് ഷഹീർ സ്വന്തം മേനയിലെന്ന പോലെ അറിഞ്ഞു. അവൻ്റെ ഹൃദയത്തിലെ പഴുത്തു വിങ്ങുന്ന മുറിവിൻ്റെ ആയം എത്രയുണ്ടെന്ന് ഷഹീർ മനസ്സിലാക്കിയായിരുന്നു. എന്തൊക്കെയോ പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കണമെന്നുണ്ട്. പക്ഷേ ആശ്വാസവാക്കുകളൊക്കെ ചങ്കിൽ കിട്ടി നിൽക്കുകയാണ് ചെയ്തത്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതുപോലെ സുറുമിയുടെ മുമ്പിൽ മനസ്സ് തുറക്കണോ? അളിയൻ പറ. അതുപോലെ ഞാൻ ചെയ്തോളാം. കർച്ചീഫ് കൊണ്ട് മുഖം തുടച്ച ശേഷം മാഹിർ ചോദിച്ചു. അവൻ്റെ ശബ്ദം ജലദോഷം പിടിച്ചതുപോലെ അടഞ്ഞു പോയിരുന്നു. വേണ്ട, അവളോട് പറയണ്ട. അറിഞ്ഞാൽ ചിലപ്പോൾ അവൾക്ക് സഹിച്ചെന്ന് വരില്ല. അളിയോനോടുള്ള അതിയായ സ്നേഹം കൊണ്ട് അവൾ ക്ഷമിച്ചു തന്നേക്കാം. എന്നാലും അവളുടെ ഹൃദയത്തിൽ അണയാത്തൊരു കണലായി നീറി നീറി അത് എന്നും ഉണ്ടാവും. ഷഹീർ പറഞ്ഞു. ഒരെന്നാലുമില്ല. താൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ആ പെണ്ണിനെ സങ്കടത്തിലാഴ്ത്തുമെന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ അത് അവളോട് തുറന്നു പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എന്തിനെ അവൾക്ക് കൂടി തീക്കനൽ സമ്മാനമായി നൽകണം? ആ നശിച്ച രാത്രി അളിയൻ കണ്ട ദുസ്വപ്നം ഈ കടൽ തീരത്ത് ഉപേക്ഷിച്ച് നമുക്ക് മടങ്ങാം. ഇനി ആ ഓർമ്മ ചിക്കി ചികഞ്ഞ് സ്വയം വേദനിക്കരുത്. അളിയൻ വേദനിച്ചാൽ സുറുമി അതിനേക്കാൾ വേദനിക്കും. അറിയാതെ പറ്റിപ്പോയ തെറ്റിന് പരിഹാരമായി അളിയൻ ഇനി എൻ്റെ പെങ്ങളെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാൻ ശ്രമിക്ക്. ദയവ് ചെയ്ത് ഇനി അവൾക്ക് കണ്ണീര് കൊടുക്കരുത്. ഇത് അവളുടെ ആങ്ങളുടെ അപേക്ഷയായി കാണണം. മാഹിറിനെ സമാധാനിപ്പിച്ചവൻ സുറുമിയെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ മുമ്പിൽ കൈകൂപ്പി. ഷഹീർ അവനെക്കൊണ്ട് ആവും പോലെ മാഹിറിൻ്റെ ഉള്ളിലുള്ള മുറിവ് ഉണക്കാൻ ശ്രമിച്ചു. ആ കടൽ തീരത്ത് നിന്ന് മടങ്ങുമ്പോൾ മാഹിറിൻ്റെ മനസ്സിൻ്റെ അസ്വസ്ഥത പാതി മാഞ്ഞു പോയിരുന്നു. ഇൻഷാ അല്ലാ ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.